ഇന്ന് ഡൽഹിയിൽ കണ്ടത് വെറും പ്രതിഷേധമായിരുന്നില്ല, ഐതിഹാസിക സമരമായിരുന്നു. കേരളത്തിന്റെ പ്രതിസന്ധി മാത്രമല്ല അവിടെ ചർച്ചയായത്, അതൊരു വേദിയായിരുന്നു. ഫെഡറലിസം തകർക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെയുള്ള വേദി. കേരളത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യയാണ് ഇന്ന് ഡൽഹിയിൽ അണിനിരന്നത്. കേരളം ഒരുക്കിയ സമരമുഖത്ത് അണിനിരന്നത് 3 മുഖ്യമന്ത്രിമാരാണ്: പിണറായി വിജയൻ, അരവിന്ദ് കെജ്രിവാൾ, ഭഗവത് മാൻ. തമിഴ്നാടിന്റെ പ്രതിനിധിയായി പഴനിവേൽ ത്യാഗരാജനും ജമ്മു കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള എന്നിവരും വേദിയിലെത്തി. എല്ലാവരും പറഞ്ഞത് ഒരേ കാര്യം: സംസ്ഥാനങ്ങളുടെ അധികാരം കേന്ദ്രം കവരുന്നു. കേരളത്തിന്റെ ഇപ്പോഴത്തെ GSDP ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയാണ്. വായ്പ പരിമിതപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇതിന്റെ ഏകദേശം 10% കേരളത്തിന് നഷ്ടപ്പെടുന്നത്. 2018 പ്രളയത്തിന്റെ ഘട്ടത്തിലും കേരളത്തോട് ഇത്തരത്തിൽ യൂണിയൻ സർക്കാർ വിവേചനം കാട്ടിയിരുന്നു. പ്രളയത്തെ അതിജീവിക്കാനുള്ള പാക്കേജ് ഒന്നും കേരളത്തിന് പ്രത്യേകമായി ഏർപ്പെടുത്തിയില്ല. കേന്ദ്രത്തിനെതിരായ ഡൽഹി സമരത്തിൽ ഡൽഹി, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ വിവേചനത്തെ എടുത്തു പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് ഗവർണർ ബജറ്റിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് സർക്കാരിന് കോടതിയിൽ പോകേണ്ടി വന്നു. കേരള മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിലെത്തിയത് സ്വന്തം കുടുംബത്തിനു വേണ്ടി പണം ചോദിച്ചല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. BJPക്ക് സമയം മറുപടി നൽകുമെന്നും അധികം ആത്മവിശ്വാസം വിനയാകുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. अगर केरला के लोगों को उनके हक के फंड नहीं दिए जाएंगे तो काम कैसे चलेगा? सरकार कैसे चलेगी? केरला की सरकार कैसे चलेगी? तमिलनाडु की सरकार कैसे चलेगी? और हम यहाँ भीख मांगने नहीं आए। विजयन साहब यहाँ पे अपने घर के लिए, अपने परिवार के लिए पैसे मांगने नहीं आए, अपने बच्चों के लिए, अपने बीवी बच्चों के लिए पैसे मांगने नहीं आए, वो केरला के लोगों के लिए पैसे मांगने आए आज. രാഷ്ട്രീയ നാടകമല്ല, രാഷ്ട്രീയ പ്രേരിതമല്ല. അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയാണ് സമരമുഖത്തേക്ക് ഒരു നാടിന്റെ മന്ത്രിസഭ മുഴുവൻ അണിനിരന്നെത്തിയത്. ഇന്ന് പ്രതിപക്ഷ സമരങ്ങളെ പൊളിക്കാൻ പാർലമെന്റിലടക്കം പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനകളെ പൊളിച്ചെടുക്കുന്നതായിരുന്നു സമരവേദിയിലെ ഓരോ പ്രതികരണവും. കേന്ദ്ര സർക്കാരിൽ മാത്രം ഒതുങ്ങിയില്ല ആ വിമർശനങ്ങൾ. ഗവർണർമാർക്കെതിരെ ഉയർന്നു കേട്ടു വിമർശനവും പരിഹാസവും. സുപ്രീം കോടതി did warn the governors that they were playing with the fire. Yet, governors continue to play their political games. Multiple state governments have had to approach the judiciary against such undemocratic high-handedness. ഒരു പക്ഷേ കോൺഗ്രസ് സഹകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പുനരുജ്ജീവനം ഇന്ന് ഡൽഹിയിൽ നമ്മൾ കണ്ടേനെ. ഓരോ സംസ്ഥാനത്തും തകർന്ന തരിപ്പണമാകുന്ന ഇന്ത്യ മുന്നണിക്ക് ലൈഫ് ലൈൻ ആയേനെ കോൺഗ്രസ് ആ വേദിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ. പക്ഷേ സംസ്ഥാന നേതാക്കൾ സമരം തന്നെ തട്ടിപ്പാണെന്ന് പറയുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ദേശീയ നേതാക്കൾക്ക് ആ വേദിയിലേക്ക് വരാൻ കഴിയുക? ഇന്ന് KC വേണുഗോപാലിന്റെ പ്രതികരണം കൃത്യമായി പറയുന്നുണ്ട് ഈ സമരത്തെ കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെ കാണുന്നുവെന്ന്. NDA മുഖ്യമന്ത്രിമാർക്കുള്ള ആനുകൂല്യം കിട്ടുന്ന ഏക BJP NDA ഇതര മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ് KC വേണുഗോപാൽ ഇന്ന് പറഞ്ഞത്. ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടും സുഖമായി ഉറങ്ങുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നും KC. NDA മുഖ്യമന്ത്രിമാർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യം കിട്ടുന്ന ഏക മുഖ്യമന്ത്രി BJP ഇതര NDA ഇതര മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പിണറായി വിജയനാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ കേസും ഗുണ്ടാമണ്ടിയൊക്കെ ഉണ്ടായിട്ടും സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്ന ഏക NDA ഇതര മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. ഇത് വെറും ഡ്രാമ. അത് ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊരു കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ഒരു ആയുധം ഉണ്ടാക്കണം. ഞങ്ങൾ പിന്നെ സമരത്തിൽ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആയുധം ഉണ്ടാക്കണം, പിന്നെ ജനങ്ങളെ കബളിപ്പിക്കണം. അല്ല, ഇത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കേണ്ട ഒരു വെറും ഡ്രാമയായിട്ടേ ഇത് കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു നയം ഉണ്ടാകണമായിരുന്നു. നരേന്ദ്രമോദിയുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടാൻ കിട്ടിയ അവസരങ്ങളിലെല്ലാം ഈ വിഷയം എടുത്ത് മുന്നോട്ട് കൊണ്ടുവരണമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ കടുപ്പിച്ചു പറയുമ്പോഴും മുസ്ലിം ലീഗ് മാറി തന്നെയാണ് സഞ്ചരിക്കുന്നത്. കേന്ദ്രത്തിനെതിരായ സമരത്തിന് ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട മുസ്ലിം ലീഗിന്റെ MP അബ്ദുൾ വഹാബ്. സമരത്തിൽ നിന്ന് കോൺഗ്രസ് പൂർണ്ണമായും മാറി നിൽക്കുന്നതിനിടെയാണ് ലീഗ് MP സമരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രിയെ കണ്ടത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നാണ് അബ്ദുൾ വഹാബ് MPയുടെ പ്രതികരണം. കേരളത്തിലെ സംഗതി വ്യത്യാസപ്പെട്ടുകൊണ്ടാണ്. കേരളത്തില് പ്രതിപക്ഷത്തിനെ വേണ്ടമാതിരി നോക്കാതെ എല്ലാ നിലക്കും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെ പ്രതിപക്ഷത്ത് ചെയ്യുന്ന പോലെയാണ്
കേരളത്തില് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും പ്രതിപക്ഷങ്ങളോട് പെരുമാറും. വ്യക്തിപരമായ പിന്തുണ ഈ സമരത്തിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി ഇവിടെ ഡൽഹിയിൽ വരുമ്പം കാണുക എന്നുള്ള മര്യാദയ്ക്ക് വന്നു. ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ നിൽക്കാൻ സമയമില്ല, എപ്പോഴും പുറത്താണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ഗവർണറുടെ മറുപടി വന്നിട്ടുണ്ട്. തന്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത് രാഷ്ട്രപതി ഭവനാണ്. ഗവർണറെ ഓണാഘോഷത്തിന് പോലും ക്ഷണിക്കാത്തവരാണ് കേരളത്തിൽ നിൽക്കാത്ത കാര്യം പറയുന്നത്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ സംസ്ഥാന ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് ഗവർണർ. Everybody knows. And you can see my program. Every program is approved by the Rashtrapati Bhavan. So, in fact, people who do not invite the governor even for the Onam celebration, making this complaint, speaks poorly of them. Speaks very poorly of them. അവഗണനകൾ എണ്ണിപ്പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് ജന്തർ മന്ദറിൽ ഇന്ന് കണ്ടത് കേരളത്തിന്റെ പ്രതിഷേധ സമരമായിരുന്നു. ഇന്നത്തെ ദിനം ഫെഡറലിസത്തിന്റെ ചരിത്രത്തിൽ നിർണായകമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ കക്ഷികളുടെ സാന്നിധ്യവും ശക്തമായിരുന്നു. ജന്തർ മന്ദറിൽ നിന്ന് ബി ബാലഗോപാലും അനൂപ് ദാസും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിനെതിരെ പ്രത്യേക രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയാണ് ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മന്ത്രിസഭയാകെയും MLA-മാരും ഡൽഹിയിൽ വന്ന് സമരം ചെയ്യുന്നു. ചരിത്രത്തിൽ അധികമൊന്നും നടന്നിട്ടില്ലാത്ത വലിയ സമരമാണ് ഇന്ന് ജന്തർ മന്ദറിൽ നടന്നത്. എന്തായാലും വലിയ പിന്തുണയും മറ്റു പാർട്ടികളിൽ നിന്ന് ഈ സമരത്തിന് ലഭിച്ചു എന്നത് കാണാൻ പറ്റൂല്ലേ? പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോജിപ്പ്, ഐക്യം നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒരുപക്ഷെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഇതിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇതൊരു മിനി അല്ലെങ്കിൽ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയേനെ. ഇന്ത്യ സഖ്യം ആയിരുന്നിട്ട് കൂടി ഭാരത് ജോഡോ യാത്രയുടെ സമാപന പരിപാടിയിൽ അവിടെ ശ്രീനഗറിൽ പങ്കെടുത്തിട്ടില്ല CPM. അത് അവരുടെ പാർട്ടി പരിപാടിയാണെന്നാണ് CPM പറഞ്ഞത്. ആ നിലപാട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഞാനിന്ന് KC വേണുഗോപാലുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഇന്ത്യയിലെ ഈ NDA മുഖ്യമന്ത്രിമാർക്ക് കിട്ടുന്ന അതേ പരിഗണന ലഭിക്കുന്ന, മോദിയിൽ നിന്ന് പരിഗണന ലഭിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ്. അതിനു പുറമെ ഈ NDA ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രയും കേസൊക്കെ ഉണ്ടായിട്ടും സ്വൈരമായി കിടന്നുറങ്ങുന്ന ഏക മുഖ്യമന്ത്രി ഉള്ള ഒരു പരാമർശവും KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെയും ഭഗവത് മാന്റെയും പ്രസംഗവും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. കാരണം രാജ്യത്തെ ഫെഡറലിസം നേരിടുന്ന ഒരു പ്രതിസന്ധി, അത് ഒരു സംസ്ഥാനത്തിനെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും ഈ ബാധിക്കുന്ന ഒരു വിഷയമാണ്. വളരെ പ്രധാനമാണത്. പ്രത്യേകിച്ച് ഭഗവത് മാൻ ആളിക്കത്തി പ്രസംഗിച്ചപ്പോൾ പക്വതയോടുകൂടി വിഷയങ്ങൾ വിവരിക്കുകയായിരുന്നു കെജ്രിവാൾ ചെയ്തത്. ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗവും കേട്ടിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്രവിരുദ്ധ വികാരം ഉണർത്തുന്ന തരത്തിലുള്ളതായിരുന്നു. विजयन साहब यहाँ पे अपने घर के लिए, अपने परिवार के लिए पैसे मांगने नहीं आए, अपने बच्चों के लिए, अपने बीवी बच्चों के लिए पैसे मांगने नहीं आए, वो केरला के लोगों के लिए पैसे मांगने आए आज. അരവിന്ദ് കെജ്രിവാളിന്റെ അവസാനം പ്രസംഗം അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് വളരെ പൊയറ്റിക് ആയിട്ടാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് നാളെ അവരിരിക്കേണ്ടി വരും, ഇന്ന് അവരിരിക്കുന്നിടത്ത് നാളെ ഞങ്ങൾ ഇരിക്കും. കേരളത്തിന് നികുതി വിഹിതം കൈമാറുന്ന കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2014 മുതൽ 2023 ഡിസംബർ 22 വരെ 1.5 ലക്ഷം കോടി രൂപ നികുതി വിഹിതം കൈമാറിയെന്നാണ് വിശദീകരണം. UPA സർക്കാരിന്റെ ഭരണകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ 224% വർധനയാണിത്. 2004-2014 കാലഘട്ടത്തിൽ കേരളത്തിന് ലഭിച്ചത് 46,303 കോടി രൂപയാണ് എന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ പദ്ധതി ചെലവിനത്തിലും കേരളത്തിന് പണം നൽകിയിരുന്നു. 2020-21 കാലഘട്ടത്തിൽ 18,087 കോടി രൂപ കേരളം അധികമായി കടം വാങ്ങിയെന്നും നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. 46,303 for the 10 years between 2004 to 14. 2014 to 24, only up to December 2023, 1,50,140 crores. Kerala. The percentage change is 224% increase. That is tax devolution, sir. Compared to 10 years of UPA, 9 years of NDA, 458% increase, or 5.58 times increase.
2020-2021, the first year when we started post-COVID, 82 crores. Finance Commission has not said you have to give money to the states for capital expenditure. No. Because the recovery of the economy and sustaining the growth of the economy was very high priority, and Prime Minister's guidance to me was you should give money for the states to do their own projects.